പാകിസ്ഥാന്റെ പ്രത്യേക അഭ്യർത്ഥനയെ തുടർന്നുകൊണ്ട് രണ്ട് പ്രമുഖ ഇറാനിയൻ നേതാക്കളെ വധിക്കാനുള്ളവരുടെ പട്ടികയിൽ നിന്നും ഇസ്രയേൽ ഒഴിവാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ നയതന്ത്ര ഇടപെടൽ ഫലം കണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. എന്നാൽ സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാകാം ഇതെന്ന പരിഹാസമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇവിടെ സ്വയം അവകാശപ്പെടുന്നത് തങ്ങളുടെ ഇടപെടൽ കാരണം പല ഉന്നത നേതാക്കളും ഇസ്രയേൽ അവിടെ നോട്ടമിട്ടിരുന്നവരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ സാധിച്ചു എന്നതാണ്. പാകിസ്ഥാന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഗർ എന്നിവരെ തന്നെ ആ കൊലപ്പെടുത്താനുള്ള പട്ടികയിൽ നിന്നും അല്ലെങ്കിൽ കൊല്ലപ്പെടാനുള്ളവരുടെ പട്ടികയിൽ നിന്നും ഇസ്രയേൽ ഒഴിവാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ടെഹ്റാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇവിടെ പാകിസ്ഥാൻ നയതന്ത്ര ഇടപെടൽ നടത്തിയിരിക്കുന്നതും. ഇറാന്റെ ഉന്നത നേതാക്കൾക്കെതിരെയുള്ള ആക്രമണം മേഖലയിൽ അവിടെ നിയന്ത്രണാതീതമായ യുദ്ധത്തിന് കാരണമായേക്കുമെന്നാണ് പാകിസ്ഥാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. ഇറാനിലെ മിതവാദികളായ നേതാക്കളെ ലക്ഷ്യമിടുന്നത് സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ മധ്യസ്ഥത വഹിച്ചതെന്നതാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട് എന്നതും ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ നിലവിൽ അമേരിക്കയുമായി തന്നെ സമാധാന ചർച്ചകൾക്ക് ഇറാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ അരാക്ചിയെയും അതേപോലെ തന്നെ മറ്റൊരു നേതാവിനെയും ഇവരെ പോലുള്ള നേതാക്കളുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്നതാണ് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞതായി തന്നെ പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖൊമേനി ആകട്ടെ ഇപ്പോഴും ഇസ്രായേലിന്റെ ലക്ഷ്യപട്ടികയിൽ നിന്ന് മാറാതെ തന്നെ തുടരുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും തന്ത്രപ്രധാന മേഖലകൾക്കും നേരെയുള്ള ആക്രമണം അത് തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നതും. മാത്രമല്ല, മേഖലയിൽ സമാധാനത്തിനായി തന്നെ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഇടപെടലുകൾ പശ്ചിമേഷ്യയിലെ നയതന്ത്ര നീക്കത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം ഇവിടെ കരുതപ്പെടുന്നത്. എന്നാൽ അതിനിടയിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇറാൻ ആകട്ടെ അറബ് രാജ്യങ്ങൾക്ക് മേൽ വലിയ രീതിയിലുള്ള ആക്രമണം ഘടിപ്പിക്കുകയാണ്. അബുദാബിയിൽ മിസൈൽ ആക്രമണം നടത്തുകയും അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് 2 പേർ മരിക്കുകയും എന്നാൽ ചിലർക്ക് പരിക്കേറ്റതായും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.